ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിൽ ഒരുവൻ മഹാദേവൻ എന്ന എൻ്റെ പോഡ്കാസ്റ്റ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും പുതുവത്സരം അല്ലെങ്കിൽ ന്യൂ ഇയർ വരുമ്പോൾ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കും, ഇല്ല? നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും. അതായത് ഞാൻ ഇന്ന കാര്യങ്ങൾ ഈ വർഷം ചെയ്യും. 2026 ഞാനും കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെന്താ വിഷയം എന്താന്ന് പറഞ്ഞാൽ അന്ന് ആഡ് ചെയ്തു, വളരെ ഗംഭീരമായിട്ടൊക്കെ ആഡ് ചെയ്തു. പക്ഷെ എന്താന്ന് പറഞ്ഞില്ല, അതിനുശേഷം അങ്ങോട്ട് അതായില്ല, അതിലോട്ട് എത്തിയില്ല. ഇതിൻ്റെ പ്രത്യേകത കാര്യം ഇച്ചിരി ഗൗരവമായിട്ട് ഇത് എല്ലാവരും പറയുന്നത് തന്നെ ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്ന് ചെറുതായിട്ടൊരു ഗവേഷണമൊന്നുമില്ല. ഇപ്പോൾ റിസർച്ച് നടത്തിയപ്പോഴത്തേന് അതിൽ കണ്ടതെന്ന് പറയാൻ നേരത്ത് നമ്മുടെ സെക്കൻഡ് ഫ്രൈഡേ, നമ്മൾ ജനുവരി 1 നമ്മൾ ഈ തീരുമാനം എടുത്തതെങ്കിൽ ആ മാസം തന്നെ സെക്കൻഡ് ഫ്രൈഡേ ക്വിറ്റേഴ്സ് ഡേ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അന്ന് മുതൽ നമ്മൾ ഉപേക്ഷിച്ച് തുടങ്ങും. അങ്ങനെയാണ് ഏതാണ്ട് എൻ്റെ കേസിലും അങ്ങനെയാണ് സംഭവിച്ചത്. ഞാൻ വളരെ കാര്യമായി കഴിഞ്ഞിട്ട് ഈ വർഷം അറ്റ്ലീസ്റ്റ് എല്ലാ മാസവും 2-3 കോണ്ടന്റ് ഉണ്ടാക്കും, എൻ്റെ യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഞാൻ തീരുമാനിച്ചു. ഇവിടം വരെ എത്തി. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ നമ്മൾ എടുത്തിരിക്കാം, അല്ലേ? അപ്പോൾ ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും എന്തുകൊണ്ട് നമ്മൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? സാധാരണമായ കാര്യങ്ങളുണ്ട്. നമ്മൾ ചുറ്റും നോക്കുമ്പോഴത്തേനും പലരും വളരെ ആത്മാർത്ഥതയോടെയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജിമ്മിൽ പോകുന്നവരെ നമുക്ക് കാണാം. 45, 50, 60 വയസ്സുള്ളവർ റെഗുലറായിട്ട് യോഗ ചെയ്യുന്നു, ജിമ്മിൽ പോകുന്നു, ദേ ആർ മെയിൻറ്റെയിനിങ് ദെയർ ഹെൽത്ത്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റേണ്ടതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നില്ല? അപ്പോൾ ഈ ഒരു വിഷയത്തിനെ പറ്റി ഞാൻ ഇച്ചിരി കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസർച്ച് ചെയ്ത സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അതായത് ഇത് നമ്മുടെ പ്രശ്നമല്ല, എന്നാൽ നമ്മുടെ പ്രശ്നമാണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഹ്യൂമൻ ബോഡി, അവനാണ് ഈ കാര്യങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് പേടിയാണ്. നമ്മുടെ പാവപ്പെട്ട ബ്രെയിൻ വിചാരിക്കുന്നത് നമ്മൾ ഈ വലിയ കാര്യങ്ങൾ, അതായത് ഞാൻ റെഗുലറായിട്ട് ഞാൻ 30 അല്ലെങ്കിൽ 10 കിലോമീറ്റർ ഞാൻ സൈക്കിൾ ചവിട്ടും, ഞാൻ നാളെ മുതൽ ജിമ്മിൽ ചെല്ലും, 1 മണിക്കൂർ ഞാൻ വർക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ ഐ വിൽ സ്റ്റാർട്ട് ടു റീഡ്, ഞാൻ ഇനി മുതൽ ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ പോവുകയാണ്, വലിയൊരു ലൈബ്രറി നമ്മൾ ഉണ്ടാക്കും. പല കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും നമ്മുടെ ബ്രെയിൻ ആകെ ഞെട്ടും, തലച്ചോറായി ഞെട്ടി മരവിച്ച് നിൽക്കും. എന്തായി കേൾക്കുന്നത്? നാളെ മുതൽ ഇവനിങ്ങനെയൊക്കെ ചെയ്യാൻ പോവുകയാണോ? പാവപ്പെട്ട നമ്മുടെ ബ്രെയിൻ എന്താ ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ അതിന് തടയും. കാരണം ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് അത് നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റിയുള്ള വേറെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാകുമെന്ന് ബ്രെയിൻ കരുതി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ മടി എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. ഇത് നമ്മുടെ ബ്രെയിൻ പതുക്കെ നമ്മൾ പിന്നോട്ട് നിന്ന് വലിക്കുന്നതാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നീ ഇന്നെന്തിനാ ഇത്രയധികം നിർബന്ധം പിടിക്കുന്നത്? ഇന്ന് നീ റെസ്റ്റ് എടുക്ക്, നമുക്ക് നാളെ ചെയ്യാം. ദാറ്റ്സ് വൈ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും റെസൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാലും തീരുമാനം എടുത്തു കഴിഞ്ഞാലും നമ്മൾ വീണ്ടും അതിന് പിന്നോട്ട് പോകുന്നത്. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നാളെ ചെയ്യാൻ പോലെ നമ്മൾ മാറ്റി വയ്ക്കുന്നത്. ഇത് അപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നത് ഈ ഒരു ഫെയിലിയറിനെ പറ്റിയല്ല, നമുക്ക് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. ഓവർകം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. വളരെ നിസ്സാരമായിട്ട് ലളിതമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വലിയ കാര്യം ഇപ്പം ഈ പറയുന്ന പോലെ ഞാൻ നാളെ മുതൽ യോഗ ചെയ്യും, 1 മണിക്കൂർ ഞാൻ യോഗ ചെയ്യും എന്നതിന് പകരം അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ്റെ പേരാണ് റൂൾ ഓഫ് 2 മിനിറ്റ്. നമുക്ക് ഒരു ദിവസം 2 മിനിറ്റ് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള യോഗ, അല്ലെങ്കിൽ ബുക്ക് റീഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പാട്ട് പഠിക്കും എന്നൊക്കെ നമ്മൾ വലിയ കാര്യങ്ങൾ നമ്മുടെ വലിയ പദ്ധതിയായിട്ട് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ തുടക്കമെന്ന രീതിയിൽ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് സിമ്പിൾ
2 പേജ് വായിക്കുക പുസ്തകം, അല്ലെങ്കിൽ പാട്ടിൻ്റെ 4 വരി പാടുക 2 മിനിറ്റ് നേരത്തേക്ക്. യോഗ ചെയ്യണമെന്നില്ല, യോഗ മാറ്റ് വിരിക്കുക, പതുക്കെ അതിൻ്റെ അടുത്ത് നിന്ന് ഇരിക്കുക. വജ്രാസനം യോഗ ചെയ്യുന്നവർക്ക് മിക്കവാറും അറിയാം, ബേസിക് സ്റ്റെപ്സ്. എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ചെറുതായിട്ടൊരു വാമം, കൈയും കാലും ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, ഒന്ന് 10 ചാല റൂമിൻ്റെ അകത്തിന് അങ്ങനെ നടക്കുക, അതിന് ചെറുതായിട്ടൊന്ന് ഓടുക. ഇത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പ്ലീസ് റിമെമ്പർ വൺ തിങ്. ഏതൊരു മൈറ്റിയസ്റ്റ് ടാസ്കും സ്റ്റാർട്ട് ചെയ്യുന്ന ഈവൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ചെറിയ സ്റ്റെപ്പ് എന്നാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് മാറ്റേഴ്സ് എ ലോട്ട്. ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പാണ് എല്ലാത്തിനും നമ്മൾ ഉത്തേജനം നൽകുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അതുകൊണ്ട് ദയവ് ചെയ്ത് റൂൾ ഓഫ് 2 മിനിറ്റ് എന്ന് പറയുന്ന ഈ സംഭവം തുടങ്ങുക. നമ്മൾ ഇന്ന് 2 പേജ് വായിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ 5 പേജ് വായിക്കും. നമ്മൾ 2 മിനിറ്റ് യോഗ മാറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ പതുക്കെ നമ്മളൊന്ന് ഏതെങ്കിലും ഒരു ആസനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കും, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കും. ഇത് നമ്മൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ പറയുന്നത് ഓ ശരിയാണല്ലോ, അപ്പോൾ ഇത് കഷ്ടപ്പാടല്ല, ഇത് എസെൻഷ്യലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി യു ആർ ടേമിങ്, നമ്മൾ നമ്മുടെ തലച്ചോറിനെ ഇണക്കുകയാണ്, ആ ഒരു കാര്യത്തിലേക്ക് അവനെ കൊണ്ടുവരികയാണ്, അവൻ്റെ ശ്രദ്ധ അതിലോട്ട് കൊണ്ടുവരികയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ വക കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഇനി വേറെ കാര്യം, നമ്മൾ ചെയ്യില്ല എന്നതിന് പകരം ഒരു ഐഡന്റിറ്റി, ഒരു പുതിയൊരു വ്യക്തിത്വം സ്വീകരിക്കുക എന്നുള്ളതാണ്. എൻ്റെ കേസ് നമ്മളിപ്പം പുകവലിക്കുന്നത് നിർത്താൻ ആണെങ്കിൽ അഫർമേഷൻ നമ്മളെപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം സമയം കിട്ടുമ്പോഴേക്കും. എന്താണ്? ഞാൻ ഇനി മുതൽ പുക വലിക്കില്ല, ഞാൻ ഇത് മുതൽ സ്മോക്ക് ചെയ്യും എന്നുള്ളതല്ല. Rather, I am not a smoker. ഞാൻ എല്ലാ ദിവസവും പാട്ട് പാടും, ഞാൻ ഒരു മ്യൂസീഷ്യൻ ആകും എന്നല്ല മനസ്സിൽ പറയേണ്ടത്. ഞാൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മ്യൂസീഷ്യനാണ്. ഐഡന്റിറ്റി ആ ഒരു പോസിറ്റീവ് സൈഡിലേക്കാണ് കൊടുക്കുന്നത്. അതായത് ഞാൻ ആയിക്കഴിഞ്ഞു, ഞാൻ എന്താണോ ഉദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ആയിക്കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അഫർമേഷൻ നമ്മൾ കൊടുക്കേണ്ടത്. ഇതും ഒരു പോസിറ്റീവ് സ്വിച്ചിങ് മെത്തേഡാണ് നമ്മുടെ ബ്രെയിനിന്. ഇനി അടുത്തത് വളരെ സിമ്പിളായിട്ടൊരു കാര്യം. നിങ്ങൾ ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഒരു ഫിലോസഫിയെ പറ്റി കേട്ട് കാണാം, ഇല്ലെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക. അതിനെപ്പറ്റി വീണ്ടും ഒരിക്കൽ ഞാൻ പറയാം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടാണോ അല്ല വേറെ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. 4 പേര് കാണാൻ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ജിമ്മിന് പോകുന്നു, അതുകൊണ്ട് ഞാനും അവരോടൊപ്പം ജിമ്മിൽ പോയി ഞാൻ കാണിച്ചു കൊടുക്കും എന്നതിന് പകരം എനിക്ക് വേണം, എൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണം, എൻ്റെ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യണം, ഞാൻ കാണാനുള്ള സുന്ദരനാവണം, സുന്ദരിയാവണം എന്നുള്ളൊരു സ്വയബോധം ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യം സക്സസ് ആവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിലോട്ട് നമുക്ക് എത്തിച്ചേരാനാവുള്ളൂ. ഇക്കിഗായ് പറയുന്നത് എപ്പോഴും ഇത് തന്നെയാണ്. ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുക, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു കാര്യം എപ്പോഴും മനസ്സിൽ കൊണ്ടുവരിക. അതുകൊണ്ട് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സക്സസ്സിലോട്ട് നമുക്ക് നടന്ന് എടുക്കാൻ പറ്റും. സോ വൺസ് അഗെയിൻ, എവറി സ്മോൾ സ്റ്റെപ്സ് മാറ്റേഴ്സ്. അതാണ് ബിഗിനിങ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകളും congratulations and success. Okay, may God be with you to achieve your even the smallest goals in life. അപ്പം എൻ്റെ ചാനൽ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാറിന് ഞാൻ ഈ ഒരു വാക്ക് ഒരിക്കലും പറയാറില്ല, പക്ഷെ ഇപ്പം ഇന്ന് മുതൽ ഞാൻ തീരുമാനങ്ങൾ എടുക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ ഇതും ഒരു എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. നിങ്ങളിൽ ഒരു മഹാദേവനിലേക്ക് വീണ്ടും സ്വാഗതം. ഇനിയും പുതിയ എപ്പിസോഡ് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ദയവ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച്.